അതെ, എനിക്ക് സമയമായി, വേഗം ആക്കിക്കോ. ഇല്ലേ അമ്മേ, ഇതെവിടെ പോയി കിടക്കുക? ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഉണ്ടാവില്ല. ഇനി ഇതിപ്പോ എല്ലാം ഞാൻ തന്നെ ആക്കണ്ടേ? ചോറും കറിയൊക്കെ ഇവിടെ ഒന്നും നോക്കിയിട്ടില്ലല്ലോ. അതെ അതെ, എന്താ രാവിലെ ഒച്ച ഉണ്ടാക്കുന്നത്? രാവിലെ എണിച്ച് എനിക്ക് പോണെന്ന് അറിയില്ലേ? ഇത്രയും നേരമായിട്ട് അടുക്കളയിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ അമ്മ എവിടെ പോയി കിടക്കുക? ഒന്നും ഉണ്ടാക്കിയില്ലെന്നോ? അല്ല, ഈ അമ്മ രാവിലെ എവിടെ പോയി കിടക്കുക? അത് നിങ്ങൾ എന്നോടാ ചോദിക്കുന്നത്? രാവിലെ എണിച്ച് ആരെങ്കിലും വീട്ടിൽ വറുത്ത് എന്താടാ വായും പിടിച്ച് നോക്കി നിൽക്കുന്നത്? നിങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാ? എന്താ അമ്മ ഈ കോലത്തില്? എന്താടാ ഈ കോലത്തിന് തെറ്റ്? എനിക്കിതൊന്നും ഇടാൻ പറ്റില്ലേ? അല്ല, രാവിലെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് എവിടെ പോയതാ? ഞാനൊന്ന് നടക്കാൻ പോയതാടാ. എനിക്ക് എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? വയസ്സാകാലത്ത് ഒരു കോപ്രായം. നിങ്ങൾ ആരോഗ്യം നോക്കി എന്തോ ചെയ്. രാവിലെ എനിക്ക് ചോറും കറിയും ഉണ്ടാക്കിയിട്ട് നടക്കാൻ പോകാൻ തേയൊക്കെ ചെയ്യാൻ. ഞങ്ങൾക്ക് പോണ്ടതല്ലേ ജോലിക്ക്? ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ 2 കഷ്ണം ബ്രെഡേ കഴിക്കുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്. അതിനു വേണ്ടി എന്തിനാ ഞാൻ പുലർച്ചയ്ക്ക് ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്റെ ആരോഗ്യം കളയാൻ നിൽക്കുന്നത്? നിങ്ങൾ രണ്ടാളിന് കയ്യും കല്ലും ഒരു കുഴപ്പമില്ലല്ലോ. വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കും. എന്നെ എന്ത് കണ്ടു നിൽക്കുന്ന? എന്ത്? ഞങ്ങൾ ചോറും കറി ഉണ്ടാക്കണമെന്നോ? അതെ, നിങ്ങളെ പോലെ ഒരു പണിയില്ലാതെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കല്ല, ജോലിക്ക് പോകുന്നവരാ. അതെ മോളെ, ഒന്ന് അടങ്ങ്. നീ എങ്ങോട്ടാ കയറി പോകുന്നത്? ഞാൻ കുറെ കാലമായി കേൾക്കുന്നു വെറുതെ വീട്ടിലിരിക്കല്ലേ എന്ന്. ഞാൻ എപ്പോഴാണ് വെറുതെ വീട്ടിലിരിക്കുന്നത്? രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളുടെ എല്ലാ പണി ഞാനല്ലേ ചെയ്തു തരുന്നത്. അതെ, നിങ്ങളുടെ രണ്ടാളുടെ അവതാരത്തിൽ ഞാൻ കഴിയുന്നില്ല. എന്റെ ഭർത്താവ് ആകുന്ന കാലത്ത് കുറച്ച് പറമ്പ് വാങ്ങിയിട്ടുണ്ട് എന്റെ പേർക്ക്. അതൊന്ന് മാസം 10,000 രൂപ ആദായം കിട്ടുന്നില്ലേ? അല്ല, മുഴുവൻ നിന്റെ ഭർത്താവല്ലേ വാങ്ങിയെടുക്കുന്നത്? അത് എനിക്ക് അവകാശപ്പെട്ടതാ. 1 രൂപ പോലും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഇരിക്കുന്ന വീടുണ്ടല്ലോ, അതും എന്റെ പേർക്കാ. അല്ല, അമ്മേന്നിപ്പോ എങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയാതിരിക്കോടാ? അങ്ങനെ നിങ്ങൾ രണ്ടാളും എന്നോട് ചെയ്യുന്നത്. എന്തോ എന്റെ അന്ന് പൊട്ട ബുദ്ധിക്ക് വീടും പറവും വിറ്റും മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ പറഞ്ഞതാ. അങ്ങേർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അത് ചെയ്തില്ല. അങ്ങേര് അന്നേ പറഞ്ഞതാ, വയസ്സാം കാലത്ത് മാതാപിതാക്കളുടെ പേരിൽ ഒന്നുമില്ലെങ്കിൽ മക്കളുടെ മുന്നിൽ വെറും ചവറ് കുപ്പിയാവുന്നുള്ളത്. ഇതും കൂടി ഇല്ലെങ്കിലടാ നിങ്ങളൊക്കെ എന്നെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അതുകൊണ്ട് മക്കൾ ഇന്നത്തോടെ ഈ പരിപാടി ഇവിടെ തന്നെ നിർത്തിക്കോ. രണ്ടിനും നല്ല ആരോഗ്യം ഉണ്ടല്ലോ, മാറി മാറി വീട്ടിലെ പണി ചെയ്യും. ഇനിയിപ്പൊ അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ജോലിക്ക് ആളെ വെക്ക്. ശമ്പളം ഉണ്ടല്ലോ, മാസം കൊടുത്താ പോരെ. പിന്നെ എന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. മക്കളിങ്ങനെ മാതാപിതാക്കൾ ഓരോന്ന് പറയുമ്പോ അവർക്ക് വിഷമില്ലെന്ന് വിചാരിക്കണ്ട. അവർക്ക് ശംഖ് പൊട്ടുന്ന വേദന ഉണ്ടാവും. എന്നാൽ ഒരു മനസ്സുകൊണ്ട് ഒരു മക്കളെ ശപിക്കില്ല. ശപിച്ചാൽ അത് മക്കൾക്ക് താങ്ങാൻ കഴിയില്ല എന്നവർക്ക് നല്ലപോലെ അറിയാം. അതാണ് മാതാപിതാക്കള്. നിങ്ങളുടെ മക്കളും വലുതാവുമ്പോ ഇതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം എന്താണെന്നറിയും. അല്ലെങ്കിൽ ഞാനെന്തിനു കരയണം? കരഞ്ഞുകൊണ്ടിരുന്നാലെന്നും നിങ്ങളെ പോലെ മുൻപിൽ ജീവിക്കാൻ കഴിയില്ല. നിന്നെയൊക്കെ പഠിപ്പിച്ച് ജോലിയാക്കി തന്നില്ലേ, അതോടെ എന്റെ കടമ കഴിഞ്ഞു. ഇനി മുതല് പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായം മുഴുവനും എന്റെ അക്കൗണ്ടിലിടണം. മക്കൾക്ക് വേണ്ടി ജീവിച്ചതൊക്കെ മതി. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട്. അവനൂടെയൊക്കെ പുറത്തൊക്കെ പോയിട്ടൊന്ന് കറങ്ങി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞ മാതാപിതാക്കള് ഇനിയെങ്കിലും മാറി ചിന്തിക്കട്ടെ. സ്വയം ജീവിക്കാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. അതുകൊണ്ട് ഇതുപോലത്തുള്ള മാതാപിതാക്കൾ ഇനിയെങ്കിലും സ്വയം ചിന്തിച്ചു തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ ശ്രമിക്കുക.